സോ ഗായ്സ്, നമ്മളിന്ന് ഒരു കമൻറ്റിനുള്ള റിപ്ലൈ ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ എക്സ്പോ വേഴ്സസ് റിയാക്ട് നേറ്റീവ് CLI കുറിച്ച് പറയാൻ വേണ്ടിയിട്ടൊരു കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈക്ക് പ്രൊഡക്ഷനിൽ ഏതാണ് കുറച്ചുകൂടി പ്രിഫറബിൾ, അതുപോലെ ഏത് യൂസ് ചെയ്താൽ സ്പീഡ്, അല്ലെങ്കിൽ തമ്മിലുള്ള ചെറിയ രീതിയിലുള്ള കമ്പാരിസൺ, അതൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കേട്ടോ. സോ let's get started. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നോഷനിൽ ചെറിയ രീതിയിലൊരു കമ്പാരിസൺ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോ നമുക്കത് നോക്കാം, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒഫീഷ്യലായിട്ടുള്ള സൈറ്റിലേക്ക് പോവാം. സോ ചെറിയ രീതിയിലുള്ള അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, ഒഫീഷ്യൽ ഡോക്യുമെൻറ്റേഷനിൽ. സോ അത് നോക്കാം, ഈ കമ്പാരിസൺ നോക്കിയിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇന്നത്തെ പരിപാടിയിലുള്ളൂ. സോ സ്റ്റാർട്ട് ചെയ്യാം. സോ എക്സ്പോനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, എക്സ്പോ എന്ന് പറയുന്നത് ഒരു പ്രീ ബിൽഡ് കമ്പോണൻസ് ഉള്ള ഒരു CLI ആണ്, കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് ആണ്. കുറേ കൂടി ഫാസ്റ്ററായിട്ട് ഡെവലപ്മെൻറ്റ് കൊണ്ടുപോകാൻ പറ്റും. എന്നാൽ കൂടെ ബണ്ടിൽ സൈസ് കൂടുതലാണെന്ന് അവർ പറയുന്നുണ്ട്. ലാർജർ ബണ്ടിൽ സൈസ് വരുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം കോർ ഫങ്ഷനാലിറ്റീസ് ഒരുപോലെയാണ് റിയാക്ട് നേറ്റീവിൻ്റെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അതായത് റിയാക്ട് നേറ്റീവ് CLIയും എക്സ്പോയും കൂടി കോർ ഫങ്ഷനാലിറ്റീസാണ് അവർ ഷെയർ ചെയ്യുന്നത്. ലൈക്ക് സിമിലറാണ് എന്നർത്ഥം. ഇനി ലൈക്ക് ബിൽഡിംഗ് ടൈം നോക്കുമ്പോൾ, ലൈക്ക് റിയാക്ട് നേറ്റീവിൽ ഒരു പ്രൊജക്റ്റ് ഇനീറ്റ് ചെയ്ത് ലൈക്ക് കംപ്ലീറ്റ്ലി ഫ്രം സ്ക്രാച്ച് തുടങ്ങി വരുമ്പോഴേക്ക് ലൈക്ക് ഒരു 3 to 4 hours മാക്സിമം. ഇൻ കേസ് എനി ഇഷ്യൂസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു മാക്സിമം 4 hours ഒക്കെ എടുക്കാവുന്ന സാധനം ഒരു എക്സ്പോ CLI യൂസ് ചെയ്ത് വരുമ്പോൾ ഒരു 4 to 5 minutes, മാക്സിമം ഒരു 10 minutesൻ്റെ ഉള്ളിൽ എല്ലാം കഴിയും. സെറ്റപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമുക്ക് എമുലേറ്റർ അല്ലെങ്കിൽ സിമുലേറ്റർ ചെയ്ത് എടുക്കാൻ പറ്റും എന്ന് അവർ പറയുന്നുണ്ട്. സോ ഇനി റിയാക്ട് നേറ്റീവ് CLI പോകുമ്പോൾ, happens to be the official command line interface for React Native. React Native ഒഫീഷ്യലായിട്ട് ഇറക്കിയ ഒരു കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ കറൻ്റ്ലി മെട്രോ കുറേ കൂടി ലൈക്ക് ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ കൂടെ ഫീച്ചേഴ്സ് വന്നതുകൊണ്ട് കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് നമുക്ക് ഇൻബിൽട്ട് ആയിട്ട് തന്നെ ഇവർ കൊടുക്കുന്നുണ്ട്. സോ അത് കമ്മ്യൂണിറ്റീൻ്റെ യൂസ് ചെയ്തിരുന്നത് നമ്മളിപ്പോൾ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഇൻബിൽട്ട് ആയിട്ട് തന്നെ നമുക്ക് റിയാക്ട് നേറ്റീവിൻ്റെ CLI യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഡോക്യുമെൻറ്റേഷനിൽ കമ്മ്യൂണിറ്റി CLI എടുത്ത് ഒഴിവാക്കാൻ പറയുന്നത്. അതുപോലെ തന്നെ ഇൻബിൽട്ടായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് സെപ്പറേറ്റ് CLI ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യം അവിടെ വരുന്നില്ല. ഇനി ട്രഡീഷണൽ അപ്രോച്ച് ഓഫ് ഡെവലപ്പിംഗ് മൊബൈൽ ആപ്സ്. നോർമലി ഒരു ബിഗിനർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലൈക്ക് ട്രഡീഷണലായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് റിയാക്ട് നേറ്റീവിൻ്റെ CLI. സോ ഇറ്റ്സ് എ ട്രഡീഷണൽ മെത്തേഡ്. അതുപോലെ തന്നെ ഫാസ്റ്ററാണ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് വരുന്നത് എന്താ നോക്കാം കേട്ടോ. ഹൗ ഡു ഐ ഷെയർ മൈ എക്സ്പോ പ്രൊജക്റ്റ്? ക്യാൻ ഐ സബ്മിറ്റ് ഇറ്റ് ടു ദ ആപ്പ് സ്റ്റോർ? ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും സബ്മിഷൻ എങ്ങനെയാണ് വരുന്നതാണ് അടുത്ത് നോക്കാൻ പോകുന്നത്. ഫാസ്റ്റസ്റ്റ് വേ ടു ഷെയർ യുവർ പ്രൊജക്റ്റ് ഈസ് ടു പബ്ലിഷ് വിത്ത് EAS update and launch in development for build. Okay, this gives your app a URL. You can share this URL with anybody. അത് EAS അപ്ഡേറ്റിൽ നമ്മൾ പബ്ലിഷ് ചെയ്ത് അതിൻ്റെ ഡെവലപ്മെൻറ്റ് ബിൽഡ് എടുത്ത് ലോഞ്ച് ചെയ്യും. എന്നിട്ട് ഒരു URL ആവും നമ്മൾ പുറത്തേക്ക് എടുക്കുക. ആ URL ഷെയർ ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ EAS അപ്ഡേറ്റ് വെച്ച് ചെയ്യാൻ പറ്റുന്ന രീതി. ഇനി വിത്ത് എനിബഡി ഹു ഹാസ് ദ ഡെവലപ്മെൻറ്റ് ബിൽഡ് ഉള്ളവർക്ക് URL വെച്ച് യൂസ് ചെയ്യാം ഫോർ ആൻഡ്രോയിഡ് ആൻഡ് iOS. ലൈക്ക് അതിന് ആപ്പ് സ്പെസിഫിക് ആകുന്നില്ല. ലൈക്ക് ആൻഡ്രോയിഡും iOSും ഡെവലപ്മെൻറ്റ് ബിൽഡ് ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം URL ക്യാൻ ഓൾസോ ബി ഓപ്പൺ ഇൻ എക്സ്പോ ഗോ ഫോർ ആൻഡ്രോയിഡ്. എക്സ്പോ ഗോ ഉള്ളവർക്ക് ആൻഡ്രോയിഡിൽ യൂസ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത്. സോ when ready, you can create a production build .aab or IPA file. ഈ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് പ്രൊഡക്ഷൻ ബിൽഡ് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ യു സബ്മിറ്റ് ടു ദ ആപ്പ് സ്റ്റോർ.
ആപ്പ് സ്റ്റോറിലേക്ക് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി. യു ക്യാൻ ബിൽഡ് യുവർ ആപ്പ് ഇൻ എ സിംഗിൾ കമാൻഡ് വിത്ത് EAS ബിൽഡ്. EAS ബിൽഡ് എന്നൊരു കമാൻഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബിൽഡ് എടുക്കാൻ പറ്റും. ആൻഡ് സബ്മിറ്റ് ടു ദ EAS സബ്മിറ്റ്. EAS സബ്മിറ്റിലേക്കാണ് ബിൽഡ് ചെയ്യാൻ സബ്മിറ്റ് ചെയ്ത് കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. എക്സ്പോ വെച്ചിട്ട് ഞാൻ ബിൽഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ ബിൽഡിംഗ് മെത്തേഡ് അറിയില്ല. ഞാനിത് റീസർച്ച് ചെയ്ത് കണ്ട് വെച്ചിട്ട് മാത്രം. സോ നമുക്ക് നോക്കാം. സോ യു ക്യാൻ ഓൾസോ യൂസ് ഇൻറ്റേർണൽ ഡിസ്ട്രിബ്യൂഷൻ ടു ഷെയർ യുവർ ആപ്പ് വിത്ത് an APK or Android and ad hoc or enterprise provision on iOS. iOS-ൽ ഇൻറ്റേർണൽ ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ട് നമുക്ക് ഇത് ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് പറയും. ഇനി ലിമിറ്റേഷൻ്റെ കാര്യം വരുമ്പോൾ നമുക്ക് നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം എക്സ്പോ CLI-ൽ ഒന്നിൽ കൂടുതൽ ലിമിറ്റേഷൻസ് വരുന്ന കേസസ് ഉണ്ട്. ലൈക്ക് EAS-ൻ്റെ ഈ ഒരു അപ്ഡേറ്റും ബിൽഡും എടുക്കുന്ന കാര്യങ്ങളിലൊക്കെ ചെറിയ രീതിയിലുള്ള ലിമിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ ആ ഒരു ഡോക്യുമെൻറ്റേഷനിൽ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം, അതവിടെ ഇരിക്കട്ടെ. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, ഈസ് റിയാക്ട് നേറ്റീവ് CLI ഫാസ്റ്റർ ദാൻ എക്സ്പോ? സോ റിയാക്ട് നേറ്റീവ് CLI-യും എക്സ്പോയും തമ്മിൽ കമ്പാരിസൺ ചെയ്യുമ്പോൾ ഏതാണ് കുറച്ചുകൂടി ഫാസ്റ്റർ എന്ന് നോക്കുന്നത്. സോ ബെറ്റർ പെർഫോമൻസ്, where React Native app have better performance with Expo apps. Where React Native app എടുത്ത് കമ്പയർ ചെയ്യുമ്പോൾ ലൈക്ക് വേറെ റിയാക്ട് നേറ്റീവ് ആപ്പിനാണ് കുറച്ചുകൂടെ ബെറ്റർ പെർഫോമൻസ് എന്നാണ് പറയുന്നത്. ദിസ് ബിക്കോസ് എക്സ്പോ കംസ് വിത്ത് പ്രീ ബിൽഡ് കമ്പോണൻസ് ദാറ്റ് ക്യാൻ സ്ലോ ഡൗൺ ദ അപ്ലിക്കേഷൻ സ്ലോ ഡൗൺ ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഈവൻ ദോ എക്സ്പോ പറയുന്നുണ്ട് ലൈക്ക് അവർ കുറേ പുതിയ പെർഫോമൻസ് സൈഡിലുള്ള അപ്ഡേഷൻസ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. സോ അത് വലിയ രീതിയിലുള്ള ഇഷ്യൂസ് ആവില്ല, എന്നാൽ കൂടെ there are limitations. Okay, so with the bare React Native you can optimize your code and have more control over the app's performance. ആപ്പിൻ്റെ പെർഫോമൻസിൽ കുറേ കൂടി കൺട്രോൾ കിട്ടുന്നത്, ലൈക്ക് കുറേ കൂടി ആക്സസ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ബെയർ ആയിട്ടുള്ള റിയാക്ട് നേറ്റീവിൻ്റെ CLI ആണ്. സോ അത് കുറച്ചും കൂടി പ്രിഫറബിൾ ആണെന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളെ റിക്വയർമെൻ്റ് അല്ല, അല്ലെങ്കിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഒരു ആപ്പ് ഏതിൽ ബിൽഡ് ചെയ്യണം അല്ലെങ്കിൽ ഏത് യൂസ് ചെയ്യണം എന്നുള്ളത് ആസ് എ ഡെവലപ്പറിൻ്റെ ചോയ്സാണ്. വേറെ ആൾ സജസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. ലൈക്ക് ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രൊജക്റ്റ്. ഏത് പ്രൊജക്റ്റാണോ ലൈക്ക് അതിൻ്റെ കോംപ്ലക്സിറ്റി, അതുപോലെ തന്നെ നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു CLI അതിന് എത്രത്തോളം യൂസ് ആവും. ഓഫ്കോഴ്സ് CLI യൂസ് ചെയ്യുന്നത് ഡെവലപ്മെൻറ്റ് ഫേസിലാണ്. സോ ഏതാണ് വേണ്ടതെന്ന് ഡെവലപ്പറാണ് യൂസ് ചെയ്യേണ്ടത്. കംപ്ലീറ്റ് ആണ് ടു ഡെവലപ്പേഴ്സ്. സോ ഐ ക്യാൻ ഓൺലി ലൈക്ക് ഡിഫറൻഷിയേറ്റ് ദ പ്രോസ് ആൻഡ് കോൺസ്. സോ അതിൻ്റെ കൂടുതൽ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ലൈക്ക് ഡെവലപ്പർ ഈസ് ദ സുപ്രീം. പുള്ളിക്കാരനാണ് ഇതിനെക്കുറിച്ച് ചൂസ് ചെയ്യേണ്ടത്. വിച്ച് വൺ ഹി നീഡ്സ് ടു ബിൽഡ് ദാറ്റ് പർട്ടിക്കുലർ പ്രോജക്റ്റ്. സോ ഇനി നമുക്ക് ഒഫീഷ്യൽ ഡോക്യുമെൻറ്റേഷനിലേക്ക് എക്സ്പോർട്ട് ഡോക്യുമെൻറ്റേഷനിൽ പോയി കഴിഞ്ഞാൽ വർക്കർ സെർവർ, ഡിപ്പെൻഡൻസി ക്യാഷ് ലിമിറ്റേഷൻസ് ഉണ്ട്. അതുപോലെ മാക്സിമം ഡ്യൂറേഷൻ ഓഫ് 2 hours. 2 hours-ന് ശേഷം ക്യാൻസൽ ആവുമെന്ന് പറയുന്നത്. ക്യാൻസൽ
workspace is recommended for monorepos. Monorepos യൂസ് ചെയ്യുന്നവർക്ക് യാണാണ് കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് പറയുന്നത്. എന്തുകൊണ്ടാണ് you likely can have success using other monorepos like NX if you are willing to dig in and understand the tools and yet have ready. The expo will unable to provide support and we provide the guidance and tools. We recommend use Yarn Workspace because it is the only monorepo tool that we can provide first class integration with the moment. Okay, so that is one of the limitation. Monorepos use ചെയ്യുമ്പോൾ ലൈക്ക് കുറച്ചുകൂടി ബെറ്റർ യൂസർ എക്സ്പീരിയൻസിന് വേണ്ടിയാണ് തോന്നുന്നത്. We recommend Yarn because smaller ഫസ്റ്റ് ക്ലാസ് ഇൻറ്റഗ്രേഷൻ. സോ യാണിൽ കുറച്ചുകൂടി ലൈക്ക് ഫീച്ചേഴ്സ് കൂടിയത് കൊണ്ട് ഒരു മോണോറെപ്പോസ് യൂസ് ചെയ്യുമ്പോൾ യാണാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ ഫൈൻ. സോ അത്രയും പോരെ ലിമിറ്റേഷൻസ്. സോ ഇത്രയൊക്കെയാണ് നമ്മൾക്ക് റിയാക്ട് നേറ്റീവ് CLIയും അതുപോലെ എക്സ്പോ CLIയും കമ്പയർ ചെയ്യുമ്പോൾ കിട്ടിയ ഡീറ്റെയിൽസ്. സോ ഇറ്റ്സ് അപ്പ് ടു ഡെവലപ്പേഴ്സ് ടു ചൂസ് വിച്ച് വൺ യു ഷുഡ് യൂസ് ഇൻ ദ പ്രൊജക്റ്റ്. ഓക്കെ, സോ ഏതാണ് നിങ്ങൾക്ക് ആവശ്യം, അല്ല ഏതാണ് നിങ്ങൾക്ക് സ്യൂട്ടബിളായി തോന്നുന്നത് അതിനനുസരിച്ച് നിങ്ങൾ യൂസ് ചെയ്യാം. ലൈക്ക് രണ്ടിലും അതിൻ്റേതായ പ്രോസും കോൺസും ഉണ്ടാവും. ലൈക്ക് എൻ്റെ പേഴ്സണൽ ചോയ്സിൽ ഞാൻ റിയാക്ട് നേറ്റീവിൻ്റെ CLI ആണ് പ്രിഫർ ചെയ്യുക കുറച്ചും കൂടെ. ലൈക്ക് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ഓൺ ദ ഡെവലപ്പേഴ്സ്. എനിക്കറിയുന്ന കുറേ പേരിനെ എക്സ്പോ CLI യൂസ് ചെയ്യുന്നുണ്ട്. സോ ദേ ഓൾസോ സക്സീഡ്. അപ്പോൾ ഇറ്റ്സ് യുവർ ചോയ്സ്.